ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആൻഡ് ഇന്ന് ദേവിയുടെ കൾമിനേഷൻ ഡേ ആണ്. ആക്ച്വലി സെക്കൻഡ് കൾമിനേഷൻ ഡേ. സോ കൾമിനേഷൻ ഡേ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 6 മാസം അവരെന്തൊക്കെ പഠിപ്പിച്ചു അതൊരു സ്റ്റേജ് പെർഫോമൻസ് ത്രൂ നമ്മളെ പാരൻസിനെ കാണിക്കുക. സോ അത് ആക്ച്വലി ശരിക്കും ഒരു നല്ലൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ പാരൻസിനും അറിയാൻ പറ്റും കുട്ടികൾ എന്താണ് സ്കൂളിൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ. സോ ആദ്യത്തെ കൾമിനേഷൻ ഡേ ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പം നല്ല ഡാൻസ് പെർഫോമൻസും പിന്നെ സർപ്രൈസ് ഡാൻസും പിന്നെ അവർ പഠിച്ച റൈംസും ഒക്കെ കൂടി സ്റ്റേജിൽ പറയുന്നതും. സോ ഇത് ബേസിക്കലി കുട്ടികളുടെ സ്റ്റേജ് ഫിയറും കൂടി മാറ്റുന്ന ഒരു പ്രോസസ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അതുപോലെയാണ് ഇന്നത്തത്. ദിസ് ഇസ് സെക്കൻഡ് കൾമിനേഷൻ ഡേ. അത് കഴിഞ്ഞിട്ടുള്ള 6 മാസം, ഇനി അക്കാഡമിക്സ് തീരാൻ പോവല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള 6 മാസം എന്തൊക്കെ പഠിപ്പിച്ചു പുതിയതായിട്ട് എന്നുള്ളത് പറയാനും ആണ് ഈ ഒരു പ്രോസസ്. അപ്പോൾ വെൽക്കം ടു yet another vlog, and this is culmination day of Devu. So പോകാൻ നമുക്കിനി 1 മണിക്കൂറും കൂടി ഉണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. സോ കുറച്ച് മുഖത്ത് പുട്ടിയൊക്കെ വാരി തേച്ചിട്ട് നമുക്ക് പോവാം. സോ അതിന് മുന്നേ നമുക്ക് നമ്മൾ ഐറ്റംസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് നൈക്കിൽ നിന്ന് മേടിച്ച കുറച്ച് പ്രൊഡക്ട്സ് ആട്ടോ, കുറച്ചധികം തന്നെ ഇല്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് കാണുമ്പോൾ ഞാൻ ഈ ബോക്സ് ഒന്നും മാറ്റിയില്ല. മാറ്റി കഴിഞ്ഞാൽ വെക്കാൻ ഒരു സ്ഥലമില്ല. സോ അതിന് ഇനി ഒരു സ്റ്റോറേജ് ബോക്സ് ഒക്കെ നമുക്ക് മേടിക്കണം. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ആദ്യം നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസറിൽ ഇട്ട് തുടങ്ങാം. വലുതായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിലും നമുക്കൊരു ശ്രമം നടത്താം. സോ നെക്സ്റ്റ് എൻ്റെ മേക്കപ്പിൽ വരുന്ന ഏറ്റവും വലിയ സാധനമാണ് സൺസ്ക്രീൻ. നമ്മളുടെ കൈ ശരിക്കും ബാക്കിയുള്ള പ്രൊഡക്ട്സ് തേച്ച് കൊടുക്കാനുള്ളത്. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ ഫൗണ്ടേഷൻ. ഇത് വരും ഇതിൽ ഒതുക്കാം അധികമായി കഴിഞ്ഞാൽ. സോ ഒരു സ്പഞ്ച് ഇത് വെച്ചിട്ട് നമുക്ക് ആണെങ്കിൽ ഈ കുരുവിൻ്റെ മേലെയൊക്കെ ഇത് മേക്കപ്പ് ഒന്നും എടുക്കരുത്. പൗഡറല്ല, അമ്മ ഇട്ട് തരാം വാവക്ക്. ഓക്കെ ഓക്കെ ഗൈസ്, മേക്കപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. എന്താ ചെയ്യുന്നേ? ക്രീം തേക്ക? ഇതൊന്നും തേക്കാൻ പാടില്ല ദേവു. ലിപ്സ്റ്റിക് ഇട്ടാ? അതെന്താ ചെയ്യാൻ പോന്നിനി? നല്ല രസം ഉണ്ടാവും ട്ടാ. അമ്മയുടെ ഒരു കമ്മൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. ഇന്ന് സ്കൂളിൽ പോവാനാ, ഇന്ന് സ്കൂളിൽ പോണം. അപ്പം വാവ ചെയ്ത ശരിയാവില്ല. അമ്മ പറയുന്ന പോലെ വാവ ചെയ്താ മതി. അമ്മേന്റെ കമ്മൽ ഇതാ. ആക്ച്വലി ഇതൊക്കെ വാവയുടെ മുഖത്ത് ഓൾറെഡി അമ്മ ക്രീം തേച്ച് തന്നില്ലേ. എടാ ഇത് നോക്ക്. അത് വേണം. ഇത് നോക്ക്. ഇത് ഇങ്ങനെയുള്ളത് വാവയുടെ മുഖത്ത് തേക്കാൻ പറ്റില്ല. ഇത് വലിയ ആൾക്കാർക്ക് തേക്കാനുള്ളതാ. എടാ കയ്യിലൊക്കെ എന്തത്? സൂപ്പറാ. ഓ മൈ ഗോഡ്, സുന്ദരി. അമ്മ വാവക്ക് ലാസ്റ്റ് ചെയ്തുതരാം. ഓക്കെ, കൈ കഴുകിട്ട് വരുവോ ഗൈസ്? അതെന്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, നമ്മള് ഇപ്പൊ ഈ ലിപ്സ്റ്റിക് ആണ് എൻ്റെ. ഓക്കെ, നമുക്ക് അവിടെ വാർണിംഗ് കിട്ടിത്തുടങ്ങി. നമുക്ക് സമയം ലേറ്റ് ആയിന്ന്. ഞാൻ മുടി സെറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. ഇന്നലെ എന്തോ ഒരു ആവശ്യത്തിന് വാവല്ലേ ഓൾറെഡി ഇന്നലെ എന്തോ ആവശ്യത്തിന് സെറ്റ് ചെയ്തുകൊണ്ട് ഇതൊക്കെ മതി. കൾമിനേഷൻ ഡേ എൻ്റെ കുട്ടിക്കാണല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മളുടെ നിവ്യ ക്രീം ഉപയോഗിച്ച് കുറച്ച് ഡ്രൈനെസ് ഒക്കെ മാറ്റാം. കഴിഞ്ഞ വാവയുടെ ഇല്ലേ? ഇനി എന്താ ഉള്ളത്? എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഹൈലൈറ്റർ കൂടി ഉപയോഗിച്ചിട്ട് ഇതൊക്കെ നീ മുക്കിയ ഞാനല്ലേ പറയണ്ട വാട്ട് പാർക്കിലോ?
എന്താ ചെയ്യുന്നത് നീ? മതി, ക്രീമൊക്കെ തേച്ച മതി. ഓ കാല് തേച്ചില്ലേ നിങ്ങൾ? ആരുടെ കൾമിനേഷൻ ഡേ അത്? യോ കൾമിനേഷൻ ഡേ. പക്ഷെ അമ്മയാണല്ലോ റെഡി ആവുന്നത്. വാവക്ക് മറ്റേ ഡ്രസ് ഇട്ടാ പോരായിരുന്നോ? രസമുണ്ട് ഇത്? രസമുണ്ട? വാവക്കില്ലേ? അവക്ക് ഫുൾ ഹാൻഡ് അല്ലേ, അപ്പൊ ആവശ്യമില്ല. ആ മതി, ക്രീമൊക്കെ തേച്ച മതി ട്ടാ. സോ നമുക്ക് ഓ ഇത് സ്പ്രേ പോലത്തെ ഒരു സാധനം. ഒന്നിനൊരു കുറവ് വേണ്ടെന്ന് വെച്ചാൽ ഞാനൊരു സെറ്റിംഗ് സ്പ്രേയോ അങ്ങ് മേടിച്ചു. കണ്ണു പുകയുന്നു. എന്താ ഇത്? പുകയും, കണ്ണു പുകയും. പൊട്ടും കൂടി കുത്തി നമുക്കങ്ങ് എന്ത് ചെയ്യാം നമ്മളുടെ. അമ്മ റെഡി, വാവ റെഡി ആയാ? എന്നാ നോക്കട്ടെ. കമ്മിയർ ലിപ്സ്റ്റിക് വേണോ? വേണ്ട, എന്നാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അതൊക്കെ എടുത്തു വെക്ക്. യു റെഡി ദേവു? യെസ് മേറ. നല്ലോണം ഡാൻസ് ചെയ്യോ? അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ ഇങ്ങനെയൊക്കെ എത്തിയിട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ നിന്നിട്ട് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അപ്പോഴത്തേക്ക് അവിടെ കുട്ടികളൊക്കെ വന്ന് അവരുടെ പൊസിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു പ്രയറിൽ തുടങ്ങി. പിന്നെ അവർ പഠിച്ച റൈംസൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു വിത്ത് ആക്ഷൻസ്. പിന്നെ അവർക്ക് 2 ലൈൻ ആനിമലിനെ പറ്റി പറയാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇത് പറയുന്നതാട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മദേഴ്സ് ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയത് കുട്ടികളെ കൊണ്ട് അമ്മമാർക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അമ്മമാർക്ക് വേണ്ടിയിട്ട് അവർ സ്പെഷ്യൽ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്തു. ഫസ്റ്റ് കൾമിനേഷൻ ഡേൻ്റെ ത്രില്ല് പോലെ ഇപ്രാവശ്യം ഞാൻ അധികം കണ്ടില്ല. മെയിൻലി എനിക്ക് തോന്നുന്നു അവൾക്ക് ഉറക്കം ശരിയായില്ല. അപ്പോൾ സ്റ്റേജിൽ നിന്ന് കുറച്ച് ഉറക്കം തൂങ്ങിയ പോലെയൊക്കെ ആയിരുന്നു നിൽക്കുന്നത്. ഒന്നൊരു ചെറിയൊരു മൂഡ് ഔട്ട് പോലെയൊക്കെ. പക്ഷേങ്കിൽ അവൾക്ക് സ്റ്റേജ് കയറി ചെയ്യാനുള്ള മടിയൊന്നുമില്ല കേട്ടോ. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവൾക്ക് സ്റ്റേജൊക്കെ പുല്ല് എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു ചെയ്യുന്നത്. ഇപ്പോഴത്തെ സ്കൂളിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് എന്താണെന്ന് വിചാരിച്ചാൽ അവരെല്ലാ കുട്ടികളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പെർഫോമൻസ് നടത്തുന്നത്. ബേസിക്കലി നഴ്സറി, LKG, UKG ഈ 3 ക്ലാസ്സിലും അവർ കൾമിനേഷൻ ഡേ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ആൻഡ് എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യും. കുട്ടികൾ കരയാണെങ്കിലും അവരെ ഫോഴ്സ് അല്ല, പക്ഷേങ്കിൽ എന്നാലും അവരെ അത്രയും മോട്ടിവേറ്റ് ചെയ്തിട്ട് സ്റ്റേജിൽ കയറ്റും. കഴിഞ്ഞ കൾമിനേഷനിൽ കരഞ്ഞ് നിലവിളിക്കുന്ന കുട്ടികളൊക്കെ ഇപ്രാവശ്യം സ്റ്റേജിൽ കയറിയിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ ചെറുപ്രായത്തിൽ തന്നെ അവരെ സ്റ്റേജിൽ കയറ്റുന്നതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റേജ് ഫിയറും കുറേയൊക്കെ മാറിക്കിട്ടും. അതൊരു വലിയൊരു പ്ലസ് പോയിന്റാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നഴ്സറി, LKG ആണെങ്കിലും UKG ആണെങ്കിലും അവർ ഡാൻസിനൊക്കെ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പം സെലക്റ്റഡ് കുട്ടികൾ മാത്രം ഇവൾക്ക് കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റുമോ എന്നാൽ ഇവളെ എടുക്കാം, അവർ കളിക്കില്ല എന്നാൽ അവരെ എടുക്കണ്ട, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു ടൈമായിരുന്നു. കുറച്ച് കുട്ടികളെ മാത്രം, കളിക്കുന്ന കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുക, ബാക്കിയുള്ളവർ ഓഡിയൻസ് ആയിട്ട് നിൽക്കുക. ആൻഡ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് പേഴ്സണലി ഉണ്ടായതുകൊണ്ട് തന്നെ അത് വലിയൊരു ചെറിയ നാളിലത്തെ ട്രോമ തന്നെയായിരുന്നു. ടീച്ചർ എന്നെ ഡാൻസിനെ സെലക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി കരയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതും വലിയ ക്ലാസ് ഒന്നുമല്ല കേട്ടോ. ഞാൻ LKG ആവുന്ന സമയത്തായിരുന്നു എനിക്ക് ആ ഒരു സിറ്റുവേഷൻ. ടീച്ചർ ഡാൻസ് അറിയുന്ന കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ലേ. സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എവിടെയാ പോകുന്ന വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലേ? ഭക്ഷണം വാങ്ങിച്ചു തരാനുള്ള ഐഡിയ ഉണ്ടോ? ഇല്ലേ? തണ്ണീർമത്തനൊക്കെ വാങ്ങിച്ചു വെക്കാം, ഭയങ്കര ചൂടല്ലേ. 2 ഗ്ലാസ് തണ്ണീർമത്തൻ. ശരി എന്നാ. എനിക്ക് വലിയ റെസ്റ്റോറന്റ് ബുഫേ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഒന്നുമില്ലെങ്കിൽ ഒരു തട്ടുകടയിൽ കട്ടി റോൾസ് ഉണ്ട്, അതായിരിക്കും ബെറ്റർ. കൊൽക്കട്ട കട്ടി റോൾസ്. നമ്മൾ ചിങ്കുഡൂസ് എന്ത് ചെയ്യുന്നു? ഓ മൈ ഗോഡ്, കടന്നിട്ടുറങ്ങാൻ പറയായിരുന്നു. ആൻഡ് ഗൈസ്, ഇതിട്ടിരിക്കുന്നത് സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല, ഇതിട്ടിരിക്കുന്നത് നോമിന് വെളിച്ചത്ത് കണ്ണ് തുറക്കാൻ പറ്റും.
ഒരു സത്യം. മുങ്ങിയ രാത്രി മാത്രമേ കണ്ണ് കാണുള്ളൂ. സത്യം. രാവിലെ കണ്ണ് കാണും. നോക്ക് വിളിച്ചത് ഇങ്ങനെയായിപ്പോ കണ്ണ്. സോ ഇത് മാത്രമേ ഉള്ളൊരു രക്ഷ. പറ്റില്ല. നമുക്ക് ടേബിളിൽ ഇരിക്കാടാ. മെല്ലെ മെല്ലെ മെല്ലെ. ഓ വാവ്. നടക്കാത്ത കാര്യം വിട്ടേക്ക്. ഇപ്പൊ എവിടെയാ പോന്നേ? സ്വിമ്മിങ്ങിന് പോവോ? അവിടെ ഇല്ല. സോ അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് മാരിയറ്റിൽ വന്നിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. മാരിയറ്റിലെ റേറ്റ് കണ്ടപ്പോൾ നമ്മളൊന്ന് നെഞ്ചൊക്കെ പിടിച്ചു. പിന്നെ വിചാരിച്ചു ആണ്ടിൻ്റെ സംക്രാന്തിക്ക് എപ്പോഴെങ്കിലാണ് നമ്മൾ വലിയൊരു ഹോട്ടലൊക്കെ പോവാറ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇപ്രാവശ്യം കുഴപ്പമില്ല, കയറാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ കയറി നല്ലോണം ഭക്ഷണം കഴിച്ചു. പക്ഷെ കൊടുത്ത പൈസക്ക് അത്രയും നമ്മൾ കഴിച്ചില്ല, ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെ ദേവുവിന് കുറേ കളിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു, അവൾ കളിച്ചു. അതിനുശേഷം അവൾ പൂളിൽ ഇറങ്ങി. അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ബൈ ബൈ, അത്രയേ ഉള്ളൂ കേട്ടോ.